മുത്തുമണീസ് ഗുഡ് മോർണിംഗ്. രാവിലെ മുതൽ ചുമ കൊര എൻ്റെ പൊന്നെ എന്താണെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പോൾ അറിയാതെ ഞാൻ ഈ മന്തിക്കിറ്റ് എടുത്ത് പൊട്ടിച്ചോട്ടോ. അതിൻ്റെ അകത്തെ സാധനം കണ്ടപ്പോഴാണ് പെട്ടെന്ന് മനസ്സിലായിച്ചോ. പിന്നെ അത് മാറ്റിയിട്ട് നമ്മുടെ ബിരിയാണി റൈസ് എടുത്തു. ഇന്ന് നമ്മുടെ പൊന്നൂസിനും മോട്ടനും സിമ്പിളൊരു ലഞ്ച് ഉണ്ടാക്കാം, പക്ഷേ ടേസ്റ്റും ആയിരിക്കും കേട്ടോ. നമ്മുടെ ബിരിയാണി റൈസും മുട്ട റോസ്റ്റും ആണേ. അപ്പോൾ ഇതേ സവാള തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം കുനുകുനാന്നങ്ങോട്ട് അരിഞ്ഞെടുത്തു. പിന്നെ പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായതിന് ശേഷം കടുക് പൊട്ടിച്ച് 2 പച്ചമുളക് കീറിയതും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും കൂടി ഇട്ട്, പിന്നെ മെയിൻ പരിപാടിയാണ് വരട്ടൽ. സവാള നന്നായിട്ട് വരട്ടി എടുത്താൽ മാത്രമേ ആ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഇത് ഏകദേശം വരട്ടിയതിന് ശേഷം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുത്ത് പിന്നെയും സവാള വരട്ടലാണ്. അതിന് ശേഷം 2 കൊച്ചു തക്കാളി ഇങ്ങനെ കുനുകുനാന്നരിഞ്ഞെടുത്ത് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. പൊന്നിച്ചിന് മോട്ടിന് കൊടുക്കാനുള്ളതായതുകൊണ്ട് കുറച്ച് എരി മതിയേ. പച്ചമണം മാറുന്നവരെ നമ്മുടെ മസാലയൊക്കെ ഒന്ന് വരട്ടി കൊടുത്തിട്ട് പിന്നെ കറിവേപ്പില ഇടുക. കറിവേപ്പില നേരത്തെ ഇടേണ്ടതായിരുന്നു കേട്ടോ, ഞാൻ മറന്നുപോയതാണേ. പിന്നെ കുറച്ച് തിളച്ച വെള്ളവും കൂടെ ഒഴിച്ച് നമ്മുടെ മുട്ടയും കൂട്ടിയിട്ട് ആ മസാല മുട്ട പിടിക്കുന്ന പോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് ഒന്ന് നല്ലോണം പറ്റിച്ചെടുക്കാമേ. ഇടയ്ക്കിടയ്ക്ക് വോയിസ് ഓവർ കട്ടാക്കാണ്, ചുമ വരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മുട്ട റോസ്റ്റ് റെഡിയായി. പിന്നെ ഫൈനലി കുറച്ച് ഒരിത്തിരി നാരങ്ങാനീരോട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ഇത് നമ്മുടെ ബിരിയാണി റൈസും നല്ല അടിപൊളി ടേസ്റ്റുള്ള മുട്ട റോസ്റ്റുമാണേ. അപ്പോൾ പൊന്നൂസിന് മോട്ടൻ ലഞ്ച് ബോക്സിൽ എടുത്ത് വെച്ചു. സ്നാക്സ് ആയിട്ട് ഡ്രാഗനും കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ മുത്തുമണി. ടാറ്റാ.